ഇവിടെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദം ഉണ്ടായി. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ആ വിവാദം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയായി നിർഭാഗ്യകരമായി ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അത് വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ അതിൻ്റെ വസ്തുതകൾ തുറന്നു കാണിച്ചിട്ടും അത് തന്നെ ഒരു ഇലക്ഷൻ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും അവസാന ഘട്ടം വരെ നടത്തുകയുണ്ടായി. എനിക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനിവിടെ MLA ആയിരുന്നു. 2016 മുതൽ ഇവിടെ MLA ആയിരുന്നു. ഞാൻ 1982 മുതൽ തൃശ്ശൂർ പൂരം ത്തിൻ്റെ ഒരു കാഴ്ചക്കാരനും 2006 മുതൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടകരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ MLA ആയിട്ട് ചെറുപ്പ് മണ്ഡലത്തിൽ MLA ആയി വരുന്ന സമയത്ത് ആറാട്ടുപുഴ പൂരത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റിയായിട്ടുള്ള ബന്ധം വഴി തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അന്നുണ്ടായിരുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം 2011 കയ്പമംഗലം MLA ആയിരിക്കുമ്പോഴും ഇവിടുത്തെ പൂര കമ്മിറ്റിക്കാരെല്ലാം തന്നെ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിട്ട് പോലും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അവരെന്നെ ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട എനിക്ക് കഴിയാവുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനപ്രതിയാണ്. അത് കഴിഞ്ഞ് 2016 ഞാൻ ഇവിടുത്തെ തൃശ്ശൂർ MLA ആയി. തൃശ്ശൂർ MLA ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, തൃശ്ശൂർ മണ്ഡലത്തിലെ MLA ആകുമ്പോൾ ഞാൻ അവരുടെ സംഘാടകരിൽ ഒരാളായിട്ട് മാറുമെന്നുള്ളത് അത് നിങ്ങൾക്കറിയാം. സംഘാടകരിൽ ഒരാളായിട്ട് മാറിയെന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളും ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട 20 ദിവസം ബോർഡുകാരും അവരുടെ സ്വന്തം ആളായിട്ട് എന്നെ കണക്കാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ അവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ള എൻ്റെ തുറന്ന സമീപനം തന്നെയാണ്. മന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, അന്ന് മന്ത്രി ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയോ പ്രതിസന്ധി ഇവിടെ ഉണ്ടായി. ഇവിടെ വെടിക്കെട്ട് തടസ്സം ഉണ്ടാവുന്ന സമയം 2017 കുറ്റിങ്ങൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ വെടിക്കെട്ട് ഒരിടത്ത് നടക്കില്ല എന്ന ഘട്ടം വന്നപ്പോൾ തൃശ്ശൂർ മാത്രമേ വെടിക്കെട്ട് നടന്നിട്ടുള്ളൂ. ആ തൃശ്ശൂർ വെടിക്കെട്ട് നടന്ന സമയത്ത് ആ വെടിക്കെട്ട് നടപ്പാക്കാൻ പിന്നെ അതിൻ്റെ കണ്ടീഷൻ പാലിക്കാൻ വേണ്ടി അന്ന് എൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അന്നിവിടെ ഹൈഡ്രൻ്റ് സ്ഥാപിച്ച് 72 മണിക്കൂർ കൊണ്ട് ഹൈഡ്രൻ്റ് സ്ഥാപിച്ച് തൃശ്ശൂർ പൂരത്തിന് സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാക്കിയത് ആ സന്ദർഭത്തിലാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എത്രയും പ്രശ്നങ്ങളുണ്ടായി ആ സമയത്ത്. അതും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമിച്ചത് ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചതാണ്. എല്ലാ വിവാദത്തിൽപ്പെട്ട ആളുകളും അതിനകത്ത് പങ്കാളികളായിട്ടുണ്ടായിരുന്നു. നമ്മളാരെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ അങ്ങനെ പോയിട്ടുണ്ടോ? ഇത്തവണത്തെ പൂരമുണ്ടായപ്പോഴും ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നിരന്തരമായിട്ട് ദേവസ്വം ബോർഡ് എൻ്റെ പ്രസിഡന്റുമാരായിട്ടും അതിൻ്റെ ഭാരവാഹികളായിട്ടും ബന്ധപ്പെടുകയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആളാണ്. എന്നാൽ മന്ത്രി എന്ന നിലയിൽ സഖാവ് രാജൻ അതിനകത്ത് നേരിട്ട് ഇടപെടുകയും ചെയ്ത ആളുകളാണ്. ഞങ്ങളാരും ഈ പത്രമാധ്യമങ്ങളെ അകമ്പടി സേവിച്ച് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ തൃശ്ശൂരിൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് ആർക്കാണോ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക അവരിത് പരിഹരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ ഇന്ന ആളുകളാണ് ചെയ്തതെന്ന ക്രെഡിറ്റ് എടുത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഗമ കാണിക്കാൻ നമ്മളാരും പോകാറില്ല. എന്നാൽ ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് അവിടേക്ക് വന്നില്ല എന്ന പ്രചരണം പോലും നടത്താനുള്ള ശ്രമം ഈ ഘട്ടത്തിലുണ്ടായി. പക്ഷേ തൃശ്ശൂരിൽ ഒരു ആളും, സാധാരണക്കാരായ ആൾ മുതൽ എൻ്റെ ഭാരവാഹികളുടെ ഒരാളും, ഇവിടുത്തെ ഒരു മുൻ MLA എന്ന നിലയിലും ഇവിടുത്തെ ഒരു ജനപ്രതി ആയിരുന്ന ആളെന്ന നിലയിലും സ്ഥാനാർത്ഥി എന്ന നിലയിലും എൻ്റെ ഈ പൂരവുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെൻറ്റിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പ്രചരണത്തിന് വലിയ ക്ലച്ച് പിടിക്കാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി നടക്കുന്നൊരു വ്യാജമായ പ്രചരണം എന്തായിരുന്നു? UDFൻ്റെ തന്നെ നേതാക്കന്മാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? ആദ്യം UDFൻ്റെ മുൻ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ് BJPയും കോൺഗ്രസും അല്ല, പിന്നെ LDFും അല്ല UDFും തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം നടത്തി. അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു അത് ശരിയല്ല, UDF LDFും തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം പിന്നെ നടത്തി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പഴയ സ്ഥാനാർത്ഥിയുടെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാലിൻ്റെ അടിയിലെ മണ്ണ് അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി കൊണ്ടാണ് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഇക്കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM
ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. CPM BJP-യുമായി ധാരണ ഉണ്ടാക്കി ചില വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ പരിണതപ്രജ്ഞരായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയത്തെ പറ്റി നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കുന്നത്, CPM-നെ പോലെയുള്ള ഒരു പ്രസ്ഥാനം BJP-യുമായി ധാരണയുണ്ടാക്കി ഇവിടെ ഇലക്ഷനിൽ BJP-ക്ക് വോട്ട് മറിച്ചു കൊടുക്കണമെന്ന് പറയണമെങ്കിൽ കുറച്ച് സാധാരണ നിലയിലുള്ള തൊലിക്കെട്ടുണ്ടായാൽ മാത്രം പോരാ. കാരണം CPM-ൻ്റെ ആണെങ്കിൽ CPI-യുടെ ആണെങ്കിലും അതിൻ്റെ അണികൾ അവരുടെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടോ അതിനേക്കാൾ രാഷ്ട്രീയം അല്ലെങ്കിൽ അതുപോലെ തന്നെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ CPI-യും CPM-ഉം ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായ രാഷ്ട്രീയം മുഖ്യമായ അവരുടെ രാഷ്ട്രീയമായി കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അണികളെ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു തമാശ നമ്മുടെ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടോ? ഒരു പൊളിറ്റിക്കലി ലോജിക്കായിട്ടുള്ള ആശയങ്ങളെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ പറയണ്ടേ? അതൊന്നും പറയാതെ അല്ലെങ്കിൽ അതിനൊന്നും മുതിരാതെ മറ്റെന്തൊക്കെയോ താല്പര്യം വെച്ചു അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിച്ചുകൊള്ളും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അത്തരം പ്രചരണങ്ങൾ പോലും വളരെ വ്യാപകമായി ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന പ്രവണത കാണുമ്പോഴാണ് അതിൽ നമുക്ക് വിഷമം തോന്നുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും BJP-യും തമ്മിൽ ധാരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും. സാധാരണ കാക്ക മലർന്ന് പറന്ന പോരാ, വെളുത്ത കാക്ക മലർന്ന് പറക്കേണ്ടി വരും. ഈ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ പറ്റി ഇനി UDF എന്ത് പ്രചരണം നടത്തിയാലും, ഇടതുപക്ഷത്തെ പറ്റി എന്തൊക്കെ വിമർശനം ആർക്കൊക്കെ ഉണ്ടായാലും, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി ചിലപ്പോൾ ഒരുപാട് പരിഭവങ്ങളുണ്ടായാലും വിമർശനം ഉണ്ടായാലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടിൽ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുക. അല്ലാതെ സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ ഇത്രയും വലിയ നേതാക്കന്മാർ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ അവർ മറുപടി പറയേണ്ടത്? കോൺഗ്രസ് മറുപടി പറയേണ്ട ചില കാര്യങ്ങളിൽ മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.